Good morning. Our next topic, incentive schemes or premium bonus plans. ഓക്കെ, അതിൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ബോണസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയുന്നതാണ് എന്താണ്, എംപ്ലോയീസിൻ്റെ അവരുടെ എക്സ്ട്രാ എഫേർട്ടിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ്, അതാണ് ബോണസ് എന്ന് പറയുന്നത് അല്ലേ. അതേ മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നമ്മൾ ടൈം വേജ് സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ പീസ് വേജ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ടൈം വേജ് എന്ന് പറയുമ്പോൾ അവരെത്ര മണിക്കൂറാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ പീസ് വേജിലാവുമ്പോൾ അവരെത്രയാണോ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് വേജസ് കിട്ടുന്നത് അല്ലേ. ഇതിന് രണ്ടിനും അതിൻ്റെതായ ഡീമെറിറ്റ്സ് ഉണ്ട് അല്ലേ. അതായത് ടൈം വേജിലാവുമ്പോൾ എന്താണ്, അവർക്ക് അത് അത്ര കണ്ട് എംപ്ലോയർക്ക് അതെന്തല്ല, അത്ര കണ്ട് പ്രോഫിറ്റബിൾ അല്ല അല്ലേ. അതായത് എംപ്ലോയീസ് എത്ര മണിക്കൂർ വർക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ അത് എംപ്ലോയർക്ക് അതത്ര പ്രോഫിറ്റ് അല്ല. ഈ പീസ് വേജ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം വേജസ് എന്ത് ചെയ്യുന്നില്ല, വർക്കേഴ്സിന് ഒരു മിനിമം വേജസ് അവിടെ ഗ്യാരണ്ടീഡ് അല്ല. അവർ എത്രയാണോ പ്രൊഡക്ഷൻ നടത്തുന്നത്, അവരുടെ ഔട്ട്പുട്ട് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ളൊരു വേജസ് അവർക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിനിമം വേജസ് അവിടെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റേതായ ഒരുപാട് ഡീമെറിറ്റ്സ് ടൈം വേജ് സിസ്റ്റത്തിനും അതുപോലെ പീസ് വേജ് സിസ്റ്റത്തിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ, ഈ ലിമിറ്റുകളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഇവിടെ പറയുന്ന ബോണസ് പ്ലാൻസ് അറ്റംപ്റ്റ് ടു ഓവർകം ദി ലിമിറ്റേഷൻസ് ഓഫ് ബോത്ത് ടൈം വേജ് ആൻഡ് പീസ് വേജ് സിസ്റ്റം ആൻഡ് കമ്പൈൻ ദെയർ അഡ്വാൻറ്റേജസ്. എന്താണ്, ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് വേജ് സിസ്റ്റത്തിൻ്റെയും ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാനും അതുപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്യാനുള്ള വേണ്ടിയിട്ടാണ് ഇതിൽ പറയുന്നത്, ബോണസ് പ്ലാൻസിൽ പറയുന്നത്. ഇനി ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ബോണസ് പ്ലാൻസിൻ്റെ. Florence defines incentive plans as giving a worker an opportunity to earn something in exchange for more productivity. എന്താണ്, അവരുടെ എംപ്ലോയീസിൻ്റെ എഫേർട്ടിന് അതിനെന്ത് ചെയ്യാൻ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കുക. അവരുടെ പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ട്, അവരുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഒരു അവരുടെ എക്സ്ട്രാ എഫേർട്ടിന് വേണ്ടിയിട്ട് ഒരു ബെനിഫിറ്റ് കൊടുക്കുക. അതാണ് ഇതിൽ പറയുന്നത് ഇൻസെൻറ്റീവ് സ്കീംസ് അല്ലെങ്കിൽ പ്രീമിയം ബോണസ് പ്ലാൻസിൽ പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസെൻറ്റീവ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം ബോണസ് പ്ലാൻസ് ഉണ്ട്. അതുപോലെ ടു റിവാർഡ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്, എന്താണ് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിക്ക് എന്തെങ്കിലും ഒരു റിവാർഡ്, അതായത് അവരുടെ എക്സ്ട്രാ എഫേർട്ടിനാണ് എന്ത് ചെയ്യുന്നത്, അതായത് അപ്പോൾ അവിടെ കൊടുക്കുന്ന അവരുടെ എഫിഷ്യൻസിക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നത്. സോ ടു റിവാർഡ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്, ദെൻ ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനും ഒക്കെയാണ് ഈ ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ഓർ പ്രീമിയം പ്ലാൻസ്. ഇൻസെൻറ്റീവ്സ് ഓർ പ്രീമിയം പ്ലാൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, മിനിമം വേജസ് ആർ ഗ്യാരണ്ടീഡ് ടു ഓൾ വർക്കേഴ്സ്. എന്താണ്, ഇവിടെ എല്ലാ വർക്കേഴ്സും ഒരു മിനിമം വേജസ് അവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ഒരു മിനിമം വേജസ് അവിടെ ഗ്യാരണ്ടീഡാണ്. ദെൻ അടുത്ത് പറയാനുള്ളത്, എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സഡ് ആൻഡ് ദ വർക്കേഴ്സ് ആർ ടു കംപ്ലീറ്റ് ദ ജോബ് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം. എന്താണ്, ഇവിടെ ഈ ഇൻസെൻറ്റീവ് പ്ലാൻസിൽ അതുപോലെ ബോണസ് പ്ലാൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള വരുന്ന എല്ലാ വർക്കേഴ്സും എന്ത് ചെയ്യണം, ആ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിൽ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് അടുത്തൊരു ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ, ബോണസ് എക്സെട്ര ആർ ഗിവൺ ടു എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഫോർ ദ ടൈം സേവ്ഡ്. എന്താണ്, അവർ ടൈം സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് അവർ ടൈം സേവ് ചെയ്യുമ്പോൾ അവർക്കൊരു ബോണസ് അവർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ദെൻ ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ്. എന്താണ്, ടൈം സേവ് ചെയ്യുമ്പോൾ ആ ടൈം സേവിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എംപ്ലോയറും എംപ്ലോയീസും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് രണ്ട് എംപ്ലോയീസിനും അത് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ വേജസ് പെർ അവർ ഇൻക്രീസസ് ബട്ട് നോട്ട് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ ആസ് ദി ഔട്ട്പുട്ട്. വേജസ് പെർ അവർ ഇൻക്രീസസ്, ഓരോ അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വേജസ് ഇൻക്രീസ് ചെയ്യുന്നത്, വേജസ് പെർ അവർ ഇൻക്രീസസ്. ദെൻ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ്. എന്താണ്, അവിടെ ലേബർ കോസ്റ്റ്, ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഇത്രയാണ് ഇൻസെൻറ്റീവ് പ്ലാൻസിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ഇൻസെൻറ്റീവ് വേജ് പ്ലാൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് വേജ് പ്ലാൻസ് ഏതൊക്കെയാണെന്നാണ് അടുത്തായിട്ട് പറയുന്നത്. ഓൾ ഇൻസെൻറ്റീവ് പ്ലാൻസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു. അതായത് എല്ലാ ഇൻസെൻറ്റീവ് പ്ലാൻസിനും നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് ആൻഡ് സെക്കൻഡ് വൺ ഗ്രൂപ്പ് ബോണസ് പ്ലാൻസ്. അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഹാൽസേ പ്രീമിയം പ്ലാൻസ്, റോവൻ പ്രീമിയം പ്ലാൻസ്, മെറിക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം, എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ, ഹെയ്നസ് പ്ലാൻസ്,
ഹാൽസേ വെയർ പ്ലാൻസ്, ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻസ്, ബെഡെക്സ് പ്ലാൻസ് പോയിന്റ് സ്കീംസ്, ദെൻ ലാസ്റ്റ് വൺ ആക്സിലേറ്റഡ് പ്രീമിയം പ്ലാൻസ്. അപ്പോൾ ഇത്രയാണ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻസിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹാൽസേ പ്രീമിയം പ്ലാൻ ആണ് അല്ലേ. അപ്പോൾ ഹാൽസേ പ്രീമിയം പ്ലാൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ FA ഹാൽസേ. അതൊരു അമേരിക്കൻ എഞ്ചിനീയർ ആയിട്ടുള്ള FA ഹാൽസേ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1891 എന്ത് ചെയ്തിരിക്കുന്നത് ഈ സ്കീം, അതായത് ഹാൽസേ പ്രീമിയം പ്ലാൻ എന്നുള്ള സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അണ്ടർ ദിസ് സിസ്റ്റം എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ഫോർ എ ജോബ്. എന്താണ് ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ടൈം അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഹാൽസേ പ്രീമിയം പ്ലാനിലും ടൈം ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, വേജസ് കൊടുക്കുന്നത്. എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് അവർക്ക് വേജസ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ടൈം അവിടെ ഈ സിസ്റ്റത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈം, ഓരോ ജോബിനും ഓരോ സ്റ്റാൻഡേർഡ് ടൈം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് എംപ്ലോയർ പറയാണ് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര വർക്ക് കംപ്ലീറ്റ്. അപ്പോൾ ആ എംപ്ലോയർ പറയുന്ന ആ ടൈമാണ് എന്ത് സ്റ്റാൻഡേർഡ് ടൈം. ഇപ്പോൾ പറയാണ് 10 മണിക്കൂറിനുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുന്ന ടൈമാണ് 10 മണിക്കൂർ. ആ 10 മണിക്കൂറിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത് ആ എംപ്ലോയി അവരുടെ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 10 മണിക്കൂർ എന്നുള്ളതാണ് എന്ത് അവിടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് പറയുന്നത്. ദെൻ വർക്കേഴ്സ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം. എന്ത് ചെയ്യണം, വർക്കേഴ്സ് ആ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ദ വർക്കേഴ്സ് ഈസ് പെയ്ഡ് വേജസ് ഫോർ ആക്ച്വൽ ടൈം ടേക്കൺ. എന്താണ് വർക്ക് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് അത് എന്തിൻ്റെ ബേസിലായിരിക്കും, അവർ എത്ര സമയമാണോ ആക്ച്വലി എടുത്തിരിക്കുന്നത് ആ സമയത്തിന് ആ ടൈമിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വർക്കർക്ക് അവിടെ പേയ്മെൻറ്റ് നടക്കുന്നത്. ദെൻ ഇൻ അഡീഷൻ ദ ഗിവൻ ബോണസ് ഫോർ ദ ടൈം സേവ്ഡ്, ദ എമൗണ്ട് ഓഫ് ബോണസ് ഈസ് 50% ഓഫ് ടൈം സേവ്ഡ്. അപ്പോൾ അതായത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയം 10 മണിക്കൂറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുത്തിരിക്കുന്ന അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. സോ ആ 10 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് തന്ന 10 മണിക്കൂറാണ്, നമ്മൾ എടുക്കുന്ന ടൈം ഒരു 8 മണിക്കൂർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തന്നതിനേക്കാളും കുറച്ച് സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ നമ്മളവിടെ ടൈം സേവ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ അങ്ങനെയുള്ള ഇൻ അഡീഷൻ ഹീസ് ഗിവ് ബോണസ് ഫോർ ദ ടൈം സേവ്. അപ്പോൾ ടൈം സേവ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്കവിടെ ഒരു എക്സ്ട്രാ ബോണസ് കൂടെ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ, സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറവ് സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബോണസും കൂടെ അവിടെ കിട്ടുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് ബോണസ് ഈസ് 50% ഓഫ് ടൈം സേവ്ഡ്. എന്താണ് അവിടെ പറയുന്നത്, നമ്മുടെ എമൗണ്ട് ഓഫ് ബോണസ് എന്ന് പറയുന്നത് ടൈം സേവ്ഡിൻ്റെ 50% നമുക്ക് എന്ത് ബോണസായിട്ട് കിട്ടുന്നത്. ദെൻ ഹാൽസേ പ്ലാൻ ഈസ് കോൾഡ് 50-50 പ്ലാൻ. ഇതിനെ നമ്മൾ എന്തും കൂടെ വിളിക്കുന്നുണ്ട് 50-50 പ്ലാൻ എന്നും കൂടെ ഈ ഹാൽസേ പ്രീമിയം പ്ലാനിൽ പറയുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ. സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ എന്നും കൂടെ എന്തിനു പറയുന്നുണ്ട്, ഹാൽസേ ബോണസ് പ്ലാൻ പ്രീമിയം പ്ലാൻസിന് സ്പ്ലിറ്റ് ബോണസ് പ്ലാൻ എന്നും കൂടി പറയുന്നുണ്ട്. ഇനി ഈ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ വേജസ്, അതായത് ഏർണിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ T/R. ഓക്കെ, ഇവിടെ പിന്നെ ബോണസ് കൊടുത്തിട്ടുള്ളത് R/S-T/2 ഓർ ഈ ഒരു ഇക്വേഷൻ അതല്ല എന്നുണ്ടെങ്കിൽ ടൈം സേവ്ഡ് ഇൻറ്റു R/50/100. ഇതാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് TR എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് T എന്ന് നോക്കാം. T ഈസ് ഈക്വൽ ടു ആക്ച്വൽ ടൈം ടേക്കൺ. എന്താണ് ആക്ച്വലി ഒരു എംപ്ലോയി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയമാണിത് T എന്ന് പറയും. ഇപ്പം നമുക്ക് 10 മണിക്കൂറാണ് സമയം അലോ ചെയ്തിട്ടുള്ളത്. നമുക്ക് എംപ്ലോയർ തന്നിട്ടുള്ള സമയം 10 മണിക്കൂറാണ്. നമ്മളതിൽ 8 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂറാണ് അവർ ആക്ച്വലി എടുത്തിരിക്കുന്ന സമയം. സോ T എന്ന് പറയുന്നത് 8 അവിടെ. ഓക്കെ, T പറയുമ്പോൾ ആക്ച്വലി അവർ എത്ര സമയമാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് അതിനാണ് T എന്ന് പറയുന്നത്. ദെൻ S എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഓർ ടൈം അലൗഡ്. എന്താണ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എംപ്ലോയർ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. അപ്പോൾ 10 മണിക്കൂറാണ് എന്താ അവിടെ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് പറയുന്നത്. ദെൻ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഓർ റേറ്റ് പെർ ഹവർ. എന്താണ് റേറ്റ് പെർ ഹവർ, ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് എത്രയാണോ അതാണ് എന്ത് R എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് വേജ് പേയ്മെൻറ്റ്. ദെൻ പിന്നെ പറയുന്നത് ഇതാണ് TSR എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ടോട്ടൽ ഏർണിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ വേജസ് പ്ലസ് ബോണസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വേജസും ബോണസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് വേജസും കിട്ടും, അതുപോലെ ബോണസും കിട്ടും. ഇനി ടോട്ടൽ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള വേജസിനെയും ബോണസിനെയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഏർണിങ്സ് കിട്ടും. ഒരു വേജസ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വേജസ് കിട്ടുന്നുണ്ട്, പ്ലസ് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ബോണസും കൂടെ
കിട്ടും. അതായത് നമ്മൾ എക്സ്ട്രാ നമ്മുടെ ടൈം സേവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ എഫിഷ്യൻസിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതാണ് എന്ത്, ബോണസ്. എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതാണ് ബോണസ്. അപ്പോൾ വേജസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ബോണസ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്, ടോട്ടൽ ഏണിങ്സ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഹാൽസേ പ്രീമിയം പ്ലാനിൽ പറയുന്നത്. എന്താ പറഞ്ഞിട്ട് ഹാൽസേയിൽ നമ്മളൊരു ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈം സേവ്ഡ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടൈം സേവ് ഉണ്ടായിരിക്കും, അത് 10 മണിക്കൂറാണെങ്കിൽ അതിൽ 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 മണിക്കൂർ എന്ന് പറയുന്നത് ടൈം സേവ്ഡ് ആണ്. സോ അതിൽ ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളതും വേജസ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതും ടോട്ടൽ ഏണിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത് ബട്ട് അത് അഡ്വാൻറ്റേജസ് ഓഫ് ഹാൽസേ പ്ലാൻ. ഹാൽസേ പ്ലാനിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അടുത്തായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ്. എന്താണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഹാൽസേ പ്ലാൻ എന്ന് പറയുന്നത്. ടൈം വേജസ് ആർ ഗ്യാരണ്ടീഡ്. എന്താണ് ടൈം വേജസ്, ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ടൈം വേജസ് അവിടെ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇക്വിറ്റബിൾ മെത്തേഡ് ബിക്കോസ് ദ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ് ഈസ് ഷെയർഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതൊരു ഇക്വിറ്റബിൾ മെത്തേഡ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ് ഷെയർഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ടൈം സേവിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളത് എംപ്ലോയറും എംപ്ലോയർ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ബോത്ത് എംപ്ലോയർ എംപ്ലോയർ ഷെയർഡ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ് ടു വർക്ക് മോർ. എന്താണ് ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ളൊരു ഇൻസെൻറ്റീവ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓവർ ഹെഡ് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓവർ ഹെഡ് കോസ്റ്റ് അവിടെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് അടുത്ത് പറയാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാൽസേ പ്ലാൻ. ഹാൽസേ പ്ലാനിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് അടുത്തായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ സഫേഴ്സ്. എന്താണ് അവിടെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റീനെ അവിടെ സഫർ ചെയ്യുന്നുണ്ട്. ദെൻ ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് നോട്ട് ഈസി. ഒരു ഇത്ര സമയത്തിനുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല അത്. ദെൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആഡ്വക്കേറ്റ് ഇൻസെൻറ്റീവ് ടു ഹൈലി എഫിഷ്യൻറ്റ് വർക്ക്മാൻ അറ്റ് ഹയർ ലെവൽ ഓഫ് എഫിഷ്യൻസി ഏർണിങ്സ് റെഡ്യൂസസ്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് എന്ത് കിട്ടുന്നില്ല, അവിടെ ഒരു ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് കിട്ടാതെ വരുന്നൊരു സാഹചര്യം എവിടെ വരുന്നുണ്ട്, ഹാൽസേ പ്ലാനിൽ വരുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ദ ലാസ്റ്റ് വൺ, വർക്കേഴ്സ് ഡു നോട്ട് ഗെറ്റ് ഫുൾ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ്. എന്തില്ല, വർക്കേഴ്സിന് അവർ ടൈം സേവ് ചെയ്തതിനനുസരിച്ചുള്ള ഒരു ഫുൾ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഹാൽസേ പ്ലാനിലെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ.